എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹാർട്ട് അറ്റാക്കും കാർഡിയാക് അറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ അസുഖം ഈ കാലത്ത് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. പണ്ടൊക്കെ 70 വയസ്സിലും 80 വയസ്സിലും വന്നുകൊണ്ടിരുന്ന അസുഖം ഇന്ന് 20 വയസ്സുള്ള ചെറുപ്പക്കാർ മുതൽ 30-40 വയസ്സുള്ളവർക്കൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്നൊരു അസുഖമാണ്. അപ്പോൾ എന്താണ് ഹാർട്ട് അറ്റാക്ക്? അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വേർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ യു ആർ ബീങ് അറ്റാക്ഡ് ബൈ സംബഡി. അപ്പോൾ ഇവിടെ ഹാർട്ടാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. ആര് കാരണം? അത് പല ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമ്മുടെ കൊളസ്ട്രോൾ ആയിരിക്കാം, നമ്മുടെ നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലുള്ള ഷുഗർ ആയിരിക്കാം, ഹൈ BP ആയിരിക്കാം, നമ്മുടെ ശീലങ്ങളായിരിക്കാം, പുകവലി, മദ്യപാനമായിരിക്കാം, ഈവൻ പാരമ്പര്യവുമാകാം. അപ്പോൾ ഈ വക അവസ്ഥകൾ നമ്മളുടെ ഹാർട്ടിനെ തന്നെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് ഹാർട്ടിലേക്കുള്ള രക്തക്കുഴൽ കോംപ്രമൈസ്ഡ് ആയിപ്പോവും, ബ്ലോക്ക് ആയിപ്പോവും. നമ്മൾ മെഡിക്കലി അതിനെ MI എന്ന് പറയും, മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അപ്പോൾ അതാണ് ഹാർട്ട് അറ്റാക്ക്. ഇനി എന്താണ് കാർഡിയാക് അറസ്റ്റ്? കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് കംപ്ലീറ്റ് നിശ്ചലമായ എന്ന അവസ്ഥ. ആ വേർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ യു ആർ ബീങ് അറസ്റ്റഡ് ബൈ സംബഡി. അപ്പോൾ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഹാർട്ടാണ്. ഹാർട്ട് എന്ന് പറഞ്ഞ അവയവം നമുക്കറിയാം, നമ്മൾ ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ ഈ അറ്റാക്ക് വരുമ്പോൾ ഹാർട്ടിലെ പേശികൾക്ക് രക്തോട്ടം കുറയും. അപ്പോൾ ഹാർട്ടിൻ്റെ കൺട്രാക്ഷൻസ് കുറയും, ഹാർട്ടിൻ്റെ ഫങ്ഷനെ അത് ബാധിക്കും. അത് നമ്മൾ ചികിത്സിക്കാതിരുന്നാൽ ഇവഞ്ച്വലി അത് കാർഡിയാക് അറസ്റ്റിലേക്ക് പോകാം. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് കംപ്ലീറ്റ് നിന്ന് പോകുന്ന അവസ്ഥ, അതായത് ആൾ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വിതിൻ സെക്കൻഡ്സ് നമ്മൾ ഒരു ഇൻ്റർവെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രോഗി മരണപ്പെട്ടു പോയേക്കാം. ഞാനിവിടെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചത് ഹാർട്ട് അറ്റാക്കും കാർഡിയാക് അറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മളിത് ഹാർട്ട് അറ്റാക്ക് വന്നാൽ നമുക്ക് എന്ത് ചെയ്യണം, വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. താങ്ക് യു.